റാംകൂർ പിസ്റ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച എൻ്റെ ജിമ്മിലെ പയ്യന്മാരുമൊക്കെ ആയിട്ട് ഒരു ബ്രൈമൂർ യാത്ര, ഒരു വൺ ഡേ ട്രിപ്പ് ഞങ്ങൾ നടത്തിയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്തു, അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളും, ഒരു വൺ ഡേ ട്രിപ്പ് ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ട്രിപ്പിന് പോകുന്ന വഴി നമ്മൾ ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കടയിൽ കയറി. വി ജി ഹോട്ടലിൽ അണ്ണായി ഒരു രക്ഷയില്ല. നല്ല പുട്ടും പയറും പപ്പടവും പിന്നെ പോത്ത് കറിയും കടലക്കറിയും. മോനെ വിറകടുപ്പിലാണ് അണ്ണ ഉണ്ടാക്കുന്നത്. പുത്തക മുതലാളിയൊന്നുമല്ല. അപ്പം ഈ ആനാട് എന്ന് പറയുന്ന സ്ഥലം, ആനാട് ഒരു ബിവറേജ് ഉണ്ട്, അതിൻ്റെ അടുത്താണ് ഈ വി ജി ഹോട്ടൽ. സൂപ്പർ ആംബിയൻസ്, പഴയ സെറ്റപ്പാണ്. അണ്ണ അവിടെ അണ്ണന് ഫാമിലി ആയിട്ട് നടത്തുന്നൊരു എന്താ പറയുക ഷോപ്പാണ്. അപ്പം ഇതുവഴിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഫുൾ സജഷൻ ഓക്കെ, സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കയറി അടിച്ചോ. നമ്മൾ തന്നെ അടുക്കളയിൽ പോയി നമ്മുടെ ബീഫല്ല ബഫല്ലോ കറി കൊണ്ടുവന്നു. എല്ലും കഷ്ണങ്ങളൊക്കെ വളരെ കുറവാണ്, പക്ഷെ അന്ന് ഞാൻ സെറ്റ് ചെയ്തേ. നമുക്ക് നല്ല മോട്ടിവേഷനാണ്. കാരണം ഇത് കണ്ടതിന് ശേഷം ഇത് കഴിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇന്നത്തെ എന്താ പറയുക ഡിഷും പക്കയായിരിക്കണം എന്ന് നമ്മൾ അപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞു. ഓഹ് മോനെ, പിന്നെ കാണുമ്പോൾ കൊതിയാവും. കാരണം എൻ്റെ അടുപ്പ് കണ്ട വേറെ വൈബ്, സൈഡിലൊരു അരുവിയാണ്. ഓക്കെ, ഇതാണ് ഞങ്ങൾ ഇന്ന് എടുത്ത സ്റ്റേ. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഈ പ്രോപ്പർട്ടിയുടെ പേരാണ് റെയിൻബോ റിസോർട്ട്. ഇത് നമ്മുടെ ബ്രൈമൂർ പോണ വഴിയില്ലേ, അവിടെയാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. യെസ്, കാഴ്ചയിൽ കാണുന്ന പോലെ തന്നെ ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള കോണ് പോലത്തെ അത് ഡിസൈൻസാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിനും. അങ്ങനെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഞങ്ങൾക്ക് കിട്ടിയ പാക്കേജ് എന്ന് പറയുമ്പോഴത്തേക്ക് പെർ ഹെഡ് 600 റുപ്പീസാണ്. പിന്നെ AC ഉണ്ട്. പിന്നെ ഈ എടുത്ത പർട്ടിക്കുലർ കോട്ടേജിനകത്ത് ഒരു 1 2 3 4 ഒരു 5 ബെഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 4-5 ബെഡുണ്ട്. അപ്പം നമുക്ക് ഒരു 8 9 10 പേർക്കൊക്കെ ഇവിടെ റിലാക്സ് ചെയ്ത് നമുക്ക് ബ്ലാസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങാം. പിന്നെ മുകളിൽ 2 നിലയാണ്. ഇപ്പം ഞാൻ കണ്ടില്ലേ, പടിയേറി മുകളിലോട്ട് പോയിട്ട് അങ്ങനെ താഴെ മുകളിലായിട്ടുണ്ട്. 2 ബാത്റൂമുണ്ട്, പിന്നെ 2 AC ഉണ്ട്. ഓവറോൾ നൈസ് കൺസെപ്റ്റ്. 600 രൂപയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംബിയൻസ് പക്കയല്ലേ. പിന്നെ ഇത് താഴത്തെ നമ്മുടെ കിച്ചണാണ്. ഓക്കെ, ഈ കിച്ചൺ സർവീസ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 500 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കണം. റീസണബിൾ, നോ വറീസ്. അപ്പോൾ വന്ന ഉടനെ അല്പം കട്ടൻ ചായയും കുടിച്ച് നേരെ നമ്മൾ പണി അങ്ങ് തുടങ്ങി. കാരണം ഇപ്പോൾ തുടങ്ങിയാലേ കാര്യം നടക്കുകയുള്ളൂ. കാരണം നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെയല്ലേ ഉള്ളൂ. ഇപ്പോൾ അറൗണ്ട് ഒരു 10:30 ഒക്കെ ആയി. അപ്പം ഒരു 6 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. കാരണം ഇവിടുന്ന് തിരിച്ചിനി കോളം വരെ പോകണമെങ്കിലും സമയം എടുക്കുമല്ലോ. നാളെ പയ്യന്മാർക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ ആയി. അപ്പം ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളുമായിട്ട് ഒരു സൈഡിലോട്ടങ്ങ് ഇരുന്നു. നമുക്ക് ഫ്രണ്ടിൽ ഒരു ആ കിച്ചണിലൊരു നടുക്ക് വലിയൊരു ടേബിളുണ്ട്. പിന്നെ എല്ലാ അമ്യൂണിറ്റീസും, ഫോർ എക്സാമ്പിൾ ലൈക്ക് കത്രിക മുതൽ പിച്ചാത്തി മുതൽ എല്ലാ പാത്രങ്ങളും, ഗ്യാസും, അതേപോലെ തന്നെ മറ്റേ എന്താ പറയുക പ്രഷർ കുക്കറും എല്ലാം അവിടെ അവൈലബിളാണ്. പിന്നെ നമുക്ക് വേണ്ട ചിക്കനും ഈ പറഞ്ഞ ബീഫും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മളങ്ങ് പ്രിപ്പറേഷൻ തുടങ്ങി. ഓക്കെ, സോ ഞങ്ങളുടെ മെനു എന്ന് പറയുന്നത് എന്താണ്? ബീഫ് കറി, നല്ല പൊളപ്പം ബീഫ് കറി, പിന്നെ കപ്പ പ്ലസ് ചിക്കൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ എങ്ങനെ പറഞ്ഞാൽ കപ്പ ബിരിയാണി എന്നൊക്കെ ചിലടത്ത് പറയും. കപ്പയും ചിക്കൻ കറിയും. അപ്പോൾ ജസ്റ്റ് വന്ന് ആദ്യം ബീഫും ചപ്പാത്തിയായിട്ട് ഒരു ഉച്ചക്കത്തെ വൈബ് നോണാക്കിയിട്ട്, പിന്നെ അവിടെ പൂളുണ്ട്, ചെറിയൊരു പൂളുണ്ട്. പൂളിലും ചാടി അവിടുന്ന് പിന്നെ ബാക്കിലൊരു അരുവിയുണ്ട്, ഒരു കാട്ടരുവിയുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും പോയിരുന്ന് വൈകുന്നേരം നമ്മൾ കപ്പയും ചിക്കനും കഴിച്ച് റിലാക്സ് ചെയ്ത് പിന്നെയും കട്ടൻ ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്ത് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകാം. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ വീഡിയോ. അപ്പോൾ യു ഗൈസ് എൻജോയ്. ഓക്കെ, നമ്മുടേതായ രീതിയിലുള്ള പ്രിപ്പറേഷൻ വീഡിയോ ആണ്. എന്തെങ്കിലും പോരായ്മകളോ അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ തരാം. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളിതൊക്കെ സ്വീകരിക്കുന്നതാണ്. സോ ബേസിക്കലി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് ലൈക്ക് we some guys, friends having fun, having a good time cooking, കഥകളൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് മനസ്സിലായില്ലേ, ഇറ്റ്സ് ഫൺ. ആ ഒരു മെൻ്റൽ ഹാപ്പിനെസ്സിനും മനസ്സിലായില്ലേ. നമുക്ക് ഈ എന്താ പറഞ്ഞാൽ വർക്ക് പ്രഷർ അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് പ്രഷർ
പല കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ, എല്ലാവർക്കും ഓരോ സ്ട്രെസ്സും കാര്യങ്ങളല്ലോ. സോ ഐ സ്ട്രോങ്ലി സജസ്റ്റ് ടേക്ക് യുവർ ഫ്രണ്ട്സ് ഔട്ട്, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടാണെങ്കിൽ ഫാമിലി ആയിട്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെയൊക്കെ ചെറിയ ജസ്റ്റ് പോയി എവിടെയെങ്കിലും പോയി ബാറിൽ പോവുക, അല്ലെങ്കിൽ അങ്ങനെ മാത്രമല്ലല്ലോ ലൈഫ്. ജസ്റ്റ് പോയിട്ട് ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊളിയാണ്. നമ്മുടെ പയ്യന്മാരെല്ലാം ഉണ്ട്, ഇതെല്ലാം നമ്മുടെ ജിമ്മിലെ പയ്യന്മാരാണ്. മരൊക്കെ കുറേ പേര് ഇതിനകത്ത്, കുറേ പയ്യന്മാരേക്ക് പണ്ട് മുതലേ അറിയാം. നമ്മുടെ കപ്പയിൽ എക്സ്പെർട്ടാണ് നമ്മുടെ നിതിൻ. ഇപ്പോൾ കണ്ടില്ലേ, അവൻ പൊളി വൈബാണ്. ആശാൻ സ്പീഡ് ബോട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അഡ്വഞ്ചർ ബിസിനസ്, ടൂറ് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന പയ്യനാണ് കോവളത്ത്. പിന്നെ ഇത് അവൻ പൊളി മിഥുൻ, നമ്മുടെ ടൈഗർ ജിം കോവളത്തെ ട്രെയിനറാണ്, ഇൻഡസ്ട്രി ഹിറ്റ് പയ്യനാണ്. അവന് അറിഞ്ഞൂടാത്ത ഒരു പണി ഈ ലോകത്തില്ല. പക്ഷേ അവന് ഈ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് മാത്രം നേരെ അടയ്ക്കാൻ അറിഞ്ഞൂടാ. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ വേറൊരു പയ്യൻ വന്ന് അടച്ച് സെറ്റാക്കി, കുറച്ച് പാടുപെട്ട് സംഭവം ലോക്കാവുന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്. പക്ഷെ എന്തായാലും എനിക്ക് ഇവിടുത്തെ വൈബ് ഇഷ്ടപ്പെട്ടു. സിമ്പിൾ, ഒരു അടുക്കളയൊക്കെ അങ്ങ് തന്നു, നമ്മൾ പിന്നെ അടുക്കളയിട്ട് അങ്ങ് വൈബ് ചെയ്ത് അടിപൊളി. ഇത് നമ്മുടെ മനോജാണെന്ന് തോന്നുന്നു. നോക്കും, 2-3 വട്ടം നോക്കും, പിന്നെ അവസാനം ഞാൻ വീഡിയോ കട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഇത് അനീഷ് ബ്രോ റിസോർട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ബ്രോ ആണ്. ബ്രോയ്ക്ക് റൂമും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം ടൂറിസമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ബോയ്സാണ്. സോ അങ്ങനെ നമ്മൾ ഓരോരുത്തരും കുക്കിംഗ് കാര്യങ്ങളും തുടങ്ങി. അപ്പം ഇതിപ്പം കപ്പ വേവിച്ച് വെച്ചിട്ട് ചിക്കൻ കറിയുടെ കൂടെ ഇട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഭയങ്കരമായ ധാരണയൊന്നുമില്ല, പക്ഷേ കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുമായിരിക്കും എന്താണ് പ്ലാനെന്നും പരിപാടിയെന്നും. അപ്പോൾ മറ്റേ മല്ലിയിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതെല്ലാം ഇട്ട് പയ്യൻ മിക്സിയിലിട്ട് അടിച്ച്, ഈ മിക്സിയൊക്കെ നമുക്ക് അവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ, നമ്മൾ മിക്സിയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൊണ്ടുപോയി കുറച്ച് ബീഫും ചിക്കനും മാത്രമാണ്. അത് മാരിനേറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷേ നമുക്ക് ഗ്രില്ലും കാര്യങ്ങളും അല്ലല്ലോ ചെയ്യേണ്ട. ഇത് മനോജിൻ്റെ മാസപ്പരികമായ ഉള്ളി കട്ടിങ് ഭാഗ്യത്തിന് വിരലൊന്നും പോയില്ല. അപ്പോൾ അത് നമ്മളെടുത്തിട്ട് ഈ എന്താ പറയുക, മിക്സിയിലിട്ട് അടിച്ച പേസ്റ്റൊക്കെ എടുത്ത് ചിക്കനിൽ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ചിക്കനാണ് നമുക്ക് ഈ പറഞ്ഞ മരച്ചീനിയായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഇവൻ കുറെ നേരമായിട്ട് അരിഞ്ഞു അപ്പം നമ്മുടെ ഇതിലിരിക്കുന്നത് മരച്ചീനിയാണ്. അപ്പോൾ ഈ മരച്ചീനി പിന്നെ ബീഫും ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഈ കറിവേപ്പിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വിസിലിലും നമ്മൾ ഓരോ കറിവേപ്പില എടുത്ത് വെക്കും. കാരണം നമ്മൾ മറന്നു എത്ര വിസിലായെന്ന്. അങ്ങനെ ടോട്ടൽ 7-8 വിസിൽ വേണമെന്നാണ് പയ്യന്മാർ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് വെച്ച കറിവേപ്പിലയാണ്. ഇത് കട്ടൻ ചായയിൽ വീണ മുന്തിരിങ്ങ. ഓക്കെ, എന്നിട്ട് ആ കട്ടൻ ചായ കുടിച്ചതിന് ശേഷം അവസാനം ഈ മുന്തിരിങ്ങ തിന്നണം. നൈസാണ്, ട്രൈ ഇറ്റ്, യു വോണ്ട് റിഗ്രറ്റ് ഇറ്റ്. പിന്നെ ബാക്കി വന്ന ഉള്ളിയും കാര്യങ്ങളും അതിതല്ല. പിന്നീട് കുറേ ഉള്ളി ബാക്കി, 4 കിലോ ഉള്ളി വാങ്ങിച്ചു. എന്തിനാണെന്ന് അറിഞ്ഞൂടാ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അവസാനം ആ ഉള്ളിയിൽ കുറച്ച് ബാക്കി വന്ന തൈരൊക്കെ വെച്ച് നമ്മൾ സാലഡ് ഉണ്ടാക്കി. അപ്പം ഇതിൻ്റെ ചിക്കനാണ്. ഒരു ലോഡ് കുക്കിംഗ്, എവിടെ തിരിഞ്ഞാലും കുക്കിങ്ങോടെ കുക്കിംഗ്. ആരും ഫ്രീ അല്ല. ആക്ച്വലി ഞാൻ മാത്രമേ ഉള്ളൂ ഫ്രീ എന്ന് തോന്നുന്നു, ഫോണും വെച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ചിക്കനും പിന്നെ ആ ഉള്ളിക്കകത്ത് ഉള്ളി നേരത്തെ നമ്മളിട്ട് ചൂടാക്കിയില്ല, അതിനകത്ത് ഈ ചിക്കൻ ഇട്ടതിന് ശേഷം ഐ തിങ്ക് മരച്ചീനി എടുത്ത് ഇതിനകത്ത് ഇനി ഇടും. അപ്പോഴാണ് ഈ പറയുന്ന കപ്പ ബിരിയാണി ആവുന്നത്, അല്ലേ? ഇതെല്ലാം ഇട്ട് കുഴച്ച് ഒരേ കുഴയോടെ കുഴ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളൊരു തണ്ണിമത്തങ്ങ എടുത്തു. വരുന്ന വഴി വാങ്ങിച്ചതാണ് തണ്ണിമത്തങ്ങ. കുറച്ച് തണുപ്പാവാം എന്ന് വിചാരിച്ചു, കാരണം ചിക്കനൊക്കെ ഭയങ്കര ചൂടല്ലേ. തണ്ണിമത്തങ്ങ വാങ്ങിച്ചു. എക്സ്പെർട്ട് മിഥുൻ
കാരണം അവന് അതും അറിയാം. അവനൊരു പ്രത്യേകതരം രീതിയിൽ തണ്ണിമത്തങ്ങ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സംഭവം കൊള്ളായിരുന്നു. പക്ഷേ കുറച്ച് പീസൊക്കെ തേഞ്ഞു പോയി കേട്ടോ, കുറച്ച് അടഞ്ഞു പോയി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, വി മാനേജ്ഡ് ഇറ്റ്. മനോജിന് കട്ട് ചെയ്യാൻ കൊടുത്തില്ല. ആക്ച്വലി മനോജിന് ഭയങ്കര കൊതിയായിരുന്നു ഒന്ന് കട്ട് ചെയ്യാൻ, പക്ഷേ ഇതും കൊടുത്തില്ല, കൈമുറിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ദേ ഡിഡ് ഇറ്റ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ സെറ്റായി. കപ്പ വെന്ത് അടിപൊളി മണമെന്നൊക്കെ പറഞ്ഞോണ്ടല്ല മോനെ പൊളി. കാരണം ഇട്ട് വേവിച്ച് അതിൻ്റെ പെലവിളി ആടി. പിന്നെ ദിസ് ഈസ് ദി ബീഫ്. ഓക്കെ, അല്ല ഇത് ബീഫല്ല, ഇത് ചിക്കനാണ്. യെസ്, ചിക്കൻ. നമ്മൾ നേരത്തെ വെച്ച ചിക്കനില്ലേ, ചിക്കൻ സെറ്റായി. ചിക്കൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായി. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ കപ്പ ബിരിയാണി ആവുന്നത്. പയ്യന്മാരെല്ലാം ഫുൾ ഓൺ മണം അടിച്ചപ്പോഴത്തേക്ക് മോളിൽ റൂമിൽ പോയവന്മാരെല്ലാം തിരിച്ചു വന്നു. ഇനി നമ്മൾ ഈ ബീഫിന് എടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നു? അല്ല, നമ്മൾ ഉള്ളിലിട്ടിട്ട് കുറച്ചുകൂടെ വേവിക്കില്ലേ? ഇതിപ്പം കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിലിട്ട് വരട്ടി അതാ നമുക്ക് നണ്ണന്റെ കടയിലെ സാധനം കിട്ടണം, അതിനെക്കാട്ടി പക്കയാവണം. നമ്മുടെ ബീഫൊക്കെ ഏകദേശം ഒന്ന് ഓണായി തുടങ്ങി. കാരണം കളർ മാറിയണ്ട, നല്ല ഡാർക്കിഷായി, ഡാർക്ക് കോളി. അപ്പം നമ്മുടെ അനീഷ് ആശാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ആശാൻ ഓക്കെ പറഞ്ഞാൽ സെറ്റാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കൗണ്ടാണ്. ഓക്കെ, ഡൺ, സെറ്റ്. ചില നാട്ടിൽ മരച്ചീനി എന്ന് പറയും, ചില നാട്ടിൽ കപ്പയെന്ന് പറയും, ചില ഇംഗ്ലീഷിൽ ടാപ്പിയോക്ക എന്ന് പറയും. എന്തായാലും പഞ്ഞിയല്ലേ, പഞ്ഞി തോറ്റി നിൽക്കും. അപ്പൂപ്പൻ താടി മാറി നിൽക്കും. നാക്കിൽ വെച്ച അലിഞ്ഞു പോവും. അമ്മാതിരി വിഷയം മരച്ചീനിയാണ് ആശാൻ വേവിച്ചത്. സ്പെഷ്യൽ താങ്ക്സ് ടു നിതിൻസ് കട്ടിങ്. യാദവരത്തെ പറന്നു വന്ന് അങ്ങനെ പറത്തി വിട്ട് കൊന്നില്ല നമ്മൾ. അപ്പം നമ്മുടെ വിഷയം ചപ്പാത്തി നിതിൻ സെറ്റ് ചെയ്തു. അത് അവൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അവൻ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ടേബിളൊന്ന് ഓണാക്കി. ഇനി എല്ലാവരും ഒന്ന് നമ്മൾ സ്റ്റാർട്ടറാണ്, മനസ്സിലായി. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് രാവിലേക്ക് ഇറങ്ങിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ലൈറ്റായിട്ട് നമ്മൾ ചപ്പാത്തിയും ബീഫും പിന്നെ കുറച്ച് മരച്ചീനിയൊക്കെ കഴിച്ച് സെറ്റാക്കിയിട്ട് പിന്നെ നേരത്തെ പറഞ്ഞില്ല പൂളിലൊക്കെ പോയി കാട്ടരുവിയിലൊക്കെ ഒന്ന് പോയി നീന്തി. മനസ്സിലായി, വെളിയിൽ നല്ല മഴ, അത്യാവശ്യം നല്ല മഴ എന്നൊക്കെ പറഞ്ഞാൽ നല്ല തണുത്ത മഴ. അനീഷ് ഫസ്റ്റ് ഇവനാണ് ആക്രാന്തമായിരുന്നു. അവന് തന്നെ ഫസ്റ്റ് നമ്മൾ കൊടുത്ത് അവൻ ഓക്കെ പറഞ്ഞ് സന്തോഷം. പിന്നെ എല്ലാവരും വന്ന് ടെസ്റ്റ് ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോ എടുക്കണമെന്ന് നമ്മൾ വിചാരിച്ചു. എല്ലാവരും കഴിക്കുന്നതിന് വീഡിയോ എടുത്ത് നാളെ എനിക്ക് കിട്ടിയില്ലെന്ന് ആരും പറയാൻ പാടില്ല. അതാണ് എൻജോയ് എല്ലാവരും എൻജോയ് ചേട്ടാ. എല്ലാവരും ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് ഹാപ്പി വൈബ്സ്. അവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ ടേസ്റ്റ് ചെയ്ത് ചപ്പാത്തി തീർത്തുകൊണ്ടിരിക്കുന്നു. അനീഷ് ബ്രോ സെറ്റ്. അനീഷ് ബ്രോ വന്നപ്പോൾ മുതലേ ഹാപ്പി, വേറെ സീനില്ല. ഇതാര്? ബോട്ട് മുതലാളി ഓക്കെ സെറ്റ്. ഒന്ന് ജസ്റ്റ് ഒന്ന് സംശയിച്ച്, പക്ഷെ അത് അങ്ങോട്ട് നാക്കി കിട്ടി ഓണായി. ഇത് പാവം ഞാൻ ഒരു ബടാ പീസ് എടുത്ത് നോക്കി. ഓക്കെ, 10ൽ ഒരു 8.25 മാർക്ക് ഞാൻ കൊടുത്തു. ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നേ. ഇത് നമ്മുടെ പാട്ട് സാറ് ചന്ദ്രബാബു സാറും ഓക്കെ. സാറൊക്കെ പറഞ്ഞാൽ പിന്നെ വേറെ സംസാരമില്ല. ബാക്കിൽ സൈക്കോ. ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക്കാണ്. ഈ മാവൊക്കെ കൊണ്ടുവന്ന് ഇനി കുഴച്ച് അവിടെ ഇട്ട് കറക്കി വേറെ പണിയില്ല. അപ്പോൾ സോ നമ്മുടെ രാവിലത്തെ കുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി എല്ലാം സെറ്റാക്കി ആറിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങ് ഒരുമിച്ച് അങ്ങിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല കട്ടൻ ചായയും നല്ല ഫ്രൂട്ട്സും തണ്ണിമത്തങ്ങ എല്ലാം വെച്ച് നമ്മുടെ ഇതൊരു ബ്രഞ്ചായിട്ട് കാണാം. ബ്രഞ്ചും അല്ല, ലഞ്ച് എന്തെങ്കിലും എല്ലാം ഒന്ന് സെറ്റ്. ഒരു 12:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് ഫിനിഷായി. ഇനിയാണ് കളി ആരംഭിക്കാൻ പോകുന്നത്. ഇനി പൂള്. ഇതാണ് നമ്മുടെ പൂള് ഭയങ്കര മഴ കണ്ട് നമ്മൾ അവിടെ നിന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അവിടുന്ന് പറഞ്ഞത് നമ്മുടെ ബോട്ട് മുതലാളി നിതിൻ. അപ്പോൾ വെള്ളം എല്ലാവർക്കും വെള്ളം ദാഹിച്ചപ്പോൾ വെള്ളം എടുക്കാനില്ല. അപ്പോൾ റൂമിൽ പോയി വെള്ളം എടുത്ത് ഇവിടുന്ന് കുറച്ച് കാട്ടിനകത്തോട്ട് നടക്കണം. അവിടെയാണ് നമ്മുടെ അരുവി. നമ്മൾ ആൾറെഡി ചോദിച്ച് ചാവണ സെറ്റപ്പ് വല്ലതും ആണോ എന്ന്. അപ്പോൾ അല്ല, മുട്ടറ്റം വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഡേഞ്ചർ ഇല്ല. കാരണം ഈ ഡേഞ്ചറസ് പരിപാടിക്ക് നമുക്ക് വയ്യ. എന്തിനാണ് ആവശ്യത്തിൽ കൂടുതൽ ഏണി നമുക്ക് ലൈഫിലുണ്ട്. ഇനി കണ്ട നാട്ടിൽ അറിഞ്ഞൂടാത്ത വല്ല കായലിലും ഈ പറഞ്ഞ പുഴയിലും പോയി ചാടി ഏണി പിടിക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ചോദിച്ച് മനസ്സിലാക്കി സീനില്ലെന്ന് പറഞ്ഞ്
നല്ല മഴ, വീഡിയോ എടുക്കാനൊക്കെ പാട്. ഫോണൊന്നും മറ്റേ കട്ട വാട്ടർ പ്രൂഫൊന്നും അല്ലല്ലോ. വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാലും വെള്ളം കയറി കൊണ്ടുപോയി അവന്മാർ വാറണ്ടിയും തരില്ല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, കാരണം ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴും കിട്ടുന്ന ഷോട്ടുകളല്ലേ. വീഡിയോ ഒക്കെ എടുത്ത് അങ്ങ് നടന്നു. ഇതാണ് നമ്മുടെ അരുവി, കണ്ട പക്ക കാട്ടരുവി. അപ്പുറത്തെ ഏതോ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്തോ ആണ്, ഒരു പിടിയില്ല. പിന്നെ വെള്ളം നമ്മൾ നോക്കി, വെള്ളം നോക്കിയപ്പം വേറെ സീനൊന്നുമില്ല, മറ്റേ അഴുക്ക് വെള്ളം കാര്യങ്ങളൊന്നുമില്ല, കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മറ്റേ കണ്ണീര് പോലത്തെ വെള്ളമൊന്നുമില്ല, കാരണം മുകളിൽ മഴ പെയ്യുന്നതുകൊണ്ട് കരിയിലെയും കാര്യങ്ങളൊക്കെ വരും. മുങ്ങി കുളിക്കണ്ട, അവിടെ നിന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇരുന്ന് എൻ്റെ പയ്യന്മാരെ ആൾറെഡി പോയി സ്പോട്ട് പിടിച്ച് പക്ക വൈബ് പിടിച്ച്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് തണുത്ത വെള്ളമായിരുന്നു. തണുത്ത വെള്ളം എന്ന് വെച്ചാൽ തണുത്ത വെള്ളം, ഒരിക്കലും നമ്മളെ അടുത്ത് ശല്യപ്പെടുത്താനൊന്നുമില്ല. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇവിടെയൊക്കെ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ് ആൾറെഡി ഉണ്ടായിരുന്നു. തിരിച്ച് പോയപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ട് റിസോർട്ടിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടു. ദേ ആർ ഓൾസോ സോ ഹാപ്പി. ഇവിടെ കുറേ നേരം നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് ചാരിയൊക്കെ കളിച്ച് പയ്യന്മാരിൽ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് വേറെ വൈബ് അങ്ങനെ എൻജോയ് ചെയ്ത് പിന്നെ ചെന്ന് ഒരു നല്ലൊരു കുളി പാസ്സാക്കി. കാരണം പിന്നെ യെസ്, ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണി. അതും കൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് കഴിച്ചത് കേട്ടോ. സൂപ്പർ. കുറച്ച് മീനുകൾക്കെല്ലാം കൊടുത്തു, അവരും കഴിക്കട്ടെ നമ്മുടെ കപ്പ ബിരിയാണി. So what a beautiful day it was. അടിപൊളി. So you guys also go there, be free, enjoy, chill, be safe. Okay, being adventurous is good, but too much adventure ശ്രദ്ധിക്കണം. അപ്പോൾ ഓൾവേസ് വെയർ എ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനിയും നമുക്ക് കാണാം.